ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ദുർഗ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ട്രെയിനർ ഉണ്ട്, അദ്ദേഹമാണ് എനിക്ക് ചെയ്യേണ്ട വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം എന്നുള്ളത്. അപ്പം അന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ഞാനൊരു സൺഡേ ആണ് ഇത് ഷൂട്ട് ചെയ്ത്, അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കൈയോടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ട്രെയിനർ ദിബു. ഇദ്ദേഹത്തിന് കാക്കനാട് ഡ്രാഗ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ജിമ്മുണ്ട്. അപ്പം ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ വീട്ടിലിരുന്നിട്ട് വർക്കൗട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടല്ല, എനിക്കറിയില്ല എല്ലാവർക്കും പറ്റുന്ന വർക്കൗട്ട്സ് ആണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ദിബു ചെയ്യുന്ന എക്സസൈസ് ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു, അത്രേ ഉണ്ടായിരുന്നു. അപ്പം ദിബു ശരിക്കും എനിക്ക് എന്താണോ ആവശ്യം, ഇപ്പം എൻ്റെ കാലിന് സ്ട്രെങ്ത് കിട്ടാനും പിന്നെ കോര ടൈറ്റ് ആവാനാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പയ്യെ മാറി 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 വരും. മുമ്പ് എന്നെ കൊന്നോണ്ടിരുന്ന മനുഷ്യരാ, ഇപ്പൊ ഇച്ചിരി മയത്തിലൊക്കെ എന്റെ അടുത്ത് പെരുമാറുന്നത്. ദീപു നമുക്ക് എപ്പോഴെങ്കിലും ദീപിന് കൂടെ ടൈം കിട്ടുന്ന ഒരു ദിവസം, അതായത് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് എനിക്ക് സിസേറിയൻ ആണ്, അതുപോലെ സിസേറിയൻ ആയിട്ടുള്ള ഒരുപാട് അമ്മമാര് വേറെ ഉണ്ട്. അവർക്ക് ഈ ജിമ്മ് പോവാനോ ഒന്നും സമയമില്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, അത് ഈ വയറിനൊക്കെ പറ്റുന്ന എന്തെങ്കിലും 2 എക്സസൈസും കൂടെ കാണിച്ചു തരണം കേട്ടോ. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഞാനിപ്പോ ചെയ്യുന്നത് ആണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് തന്നെ കാണാം അല്ലേ? ഓക്കെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ജിമ്മിൽ പോയിട്ട് ഇപ്പം കോമൺ ആയിട്ടുള്ളത് എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും, അതായത് സിസേറിയൻ ചെയ്ത് നോർമൽ ഡെലിവറി ചെയ്തവർക്ക് എല്ലാം ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇല്ല, അവർക്കും സെയിം ഇതേ സ്ട്രെങ്തനിങ് ചെയ്തിട്ടേ പോകാൻ പറ്റും. എല്ലാവർക്കും സ്ട്രെങ്തനിങ് ആവശ്യമാണ്. എല്ലാവരും സ്ട്രെങ്തനിങ് ചെയ്തിട്ടാണ് പോകാൻ പറ്റും, വലിയ വലിയ എക്സസൈസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അന്ന് ജസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളൂ. അതിനകത്ത് എന്താ സ്കൂപ്പ്, വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവ പറഞ്ഞുതരും, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. ഫസ്റ്റ് സെർവിക്കൽ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, താഴെ ടച്ച് ചെയ്യുക, നേരെ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക 10 times. ഓക്കെ, റെഡി? 1, breathe out, breathe in up, breathe out down, breathe in up, 3, 4, 5, 6, 7, 8, 9, 10. താഴോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട്, മേലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ. രണ്ട് സൈഡ്. താഴേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട്, മേലേക്ക് ബ്രീത്ത് ഇൻ. ഓക്കേ. Breathe out down, breathe in up, laterally. Breathe out, breathe in up. 2, 3, 4, 5. ബാക്കിലോട്ട് നോക്കാം മാക്സിമം. റിട്ടേൺ. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട്, തിരിച്ചു വരുമ്പോൾ ബ്രീത്ത് ഇൻ. Breathe out, breathe in back, breathe out, breathe in back. 2, 3, 4. ഷോൾഡർ റൊട്ടേഷൻ ക്ലോക്ക് കൈ ഷോൾഡറിൽ അപ്പിച്ചിട്ട് നേരെ ബൈസെപ്സ് ചെവി ടച്ച് ചെയ്യുക, എൽബോ ഫ്രണ്ടിലേക്ക് ടച്ച് ചെയ്യുക, ബാക്കിലോട്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട്, ബാക്കിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബാക്ക്. 3, 4, 5, 6, 7, 8. ചെവി ടച്ച് ചെയ്യുക, ബൈസെപ്സ് ബാക്കോട്ട്. യെസ്, സെയിം. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബാക്ക്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബാക്ക്. 3, 4, 5, 6, 7, 8, 9. Breathe out back, breathe in up. Okay, 1,
2, 3, 4, 10. Legs. Okay. Next leg in day. Flexion and extension. Leg extension, yeah. Flexion, yeah. Backward. Front leg വരുമ്പോൾ breathe out ചെയ്യുക, backward വരുമ്പോൾ breathe in ചെയ്യുക. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രീത്ത് ഔട്ട്, ബാക്കിൽ ബ്രീത്ത് ഇൻ. With സപ്പോർട്ട് ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടാ സപ്പോർട്ട് ആവശ്യമാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്ത് നോക്കട്ടെ. Breathe out up, breathe in back. Yes. 2, 3, 4, 5, 6, 7, 8, 9, 10. ബാലൻസ് കിട്ടാത്തവർ ജസ്റ്റ് ചെയർ അല്ലെങ്കിൽ വാൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ചെയർ അടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചുമരിനടുത്ത് നിന്ന് ചെയ്യാം. ബാലൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചുമര് ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇനി ഇപ്പുറത്തെ സൈഡ് ചെയ്യണം അല്ലേ? Breathe out up, breathe in down. 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Okay. Next, knee flexion, extension. Okay. Just breathe out. Agatake breathe in. Sorry, breathe out. Front leg breathe in down. Same balance with സ്ട്രെയിറ്റ് വരുമ്പോൾ ബ്രീത്ത് ഇൻ, breathe out. ഓക്കെ. അതായത് ഇത് ബ്രീത്ത് ഇന്നും ഇത് ബ്രീത്ത് ഔട്ടും. Yes. ഓക്കെ. നീ വന്ന് ഹിപ്പ് ലെവലിൽ എടുത്തോ. ജസ്റ്റ് എന്താ നീ വന്ന് ഹിപ്പ് ലെവലിൽ, ഹിപ്പിന്റെ നേരെ സ്ട്രേറ്റ്. ഹിപ്പ് ലെവലിലാ? ഓക്കെ. ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, ഫ്ലെക്ഷൻ ചെയ്യുക. 2, 3, breathe out up, breathe in now. 5, അമ്മേ 6, 7, 8, 9, 10. Leg change. Easy. ഇതൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയാ ഈസി ആയിട്ട് ചെയ്തോണ്ടിരുന്നതാണല്ലേ. ഇങ്ങനെ പുഷ്പം പോലെ ചെയ്തോണ്ടിരുന്നതാ. ഇപ്പം ഈ പറയുന്ന പോലെ കാലിന് ബാലൻസ് ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ. Ready? ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Next, ankle joint. കാലിന്റെ ആംഗിൾ ജസ്റ്റ് ടച്ച് ചെയ്യുക, ഹീൽ ടച്ച് ചെയ്യുക, ഗ്രൗണ്ടിൽ ടോ ടച്ച് ചെയ്യുക. ഫ്രണ്ട്ലി, യെസ്. മുട്ടുമെടുക്കാതെ നേരെ, യെസ്. ഹീൽ ഡൗൺ, ടച്ച് ചെയ്തു, ഹീൽ ഡൗൺ, ഹീൽ ടച്ച് ചെയ്തു, യെസ്. ടോ. 2, 3, 10. Leg change. Okay. 1, 2, 3, 9, 10. Relax. Matter just അടിക്കണ്ടോ? വെള്ളം കുടിക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. കിടന്നിട്ടല്ലേ നമ്മള്. ഇനി അതിനു മുമ്പേ നമുക്ക് ജസ്റ്റ് പെൽവിക്കിന്റെ പോസ്റ്റീരിയർ ടിൽറ്റ്, ആന്റീരിയർ ടിൽറ്റ്. ഓക്കെ. ആന്റീരിയർ ടിൽറ്റ് നമ്മുടെ ഇതാണ്, നമ്മുടെ ലോവർ ബാക്ക് ടൈറ്റ് ആക്കി വയർ സ്ട്രെച്ച് ആക്കി നേരെ സ്റ്റേറ്റ്. ഓക്കെ. പോസ്റ്റീരിയർ ടിൽറ്റ് വരുമ്പോൾ അകത്തേക്ക് വയറകത്തേക്ക് വലിച്ചിട്ട് ടൈറ്റ് ആക്കി, ഗ്ലൂസ് ടൈറ്റ് ആക്കി, ജസ്റ്റ് നമ്മൾ ഒരു ടൈറ്റ് ജീൻസ് ഇടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, വയറകത്തേക്ക് വലിച്ചു പിടിച്ച് ഇത് ആ പൊസിഷനാണ് പോസ്റ്റീരിയർ ടിൽറ്റ്. നേരെ വരുന്ന ആന്റീരിയർ ടിൽറ്റ്. ഓക്കെ. നമ്മൾ ജീൻസ് ഇടുമ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇടുമ്പോൾ വയറുള്ളിലേക്ക് പിടിച്ച് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആക്കും. നമ്മൾ ഗ്ലൂട്ടും ടൈറ്റ് ആക്കും, വയറുള്ളിലേക്ക് പിടിക്കും. അതാണ് പോസ്റ്റീരിയർ ടിൽറ്റ്. ഓക്കെ. അകത്തേക്ക് പോകുന്ന മറ്റേത് നമ്മള് വയറ് പുറത്തേക്ക് തള്ള, ഗ്ലൂട്ട് ലൂസ് ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് കിടന്നിട്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ കിടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ നിന്നിട്ട് പറഞ്ഞു തരണേ. ഓക്കെ. ഇതെന്റെ വർക്കൗട്ട് പാർട്ട്ണറാണ്. അപ്പൊ വന്ന് കിടക്കും യോഗ മാറ്റിൽ, നോക്കിക്കോ. ഞാൻ കിടക്കുന്നില്ല, അപ്പൊ വന്ന് കിടക്കും. പറഞ്ഞില്ലേ എക്സസൈസ് ചെയ്യാൻ നമുക്ക്. ഫസ്റ്റ് നോർമൽ ബ്രീതിങ് എക്സസൈസ്. 5 സെക്കൻഡ് ബ്രീത്ത് ഇൻ, 10 സെക്കൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മള് ശ്വാസം മൊത്തം എടുത്തിട്ട് വയറ് ഫില്ല് ചെയ്ത് ബലൂൺ പോലെ ആക്കണം. ശ്വാസം പുറത്തേക്ക് എടുത്തിട്ട്
പുഴ ഒഴിച്ചു അകത്ത് ആ അപ്പം പക്ഷെ അത് 5 സെക്കൻഡ്സിൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത് തീരണം. 10 സെക്കൻഡ്സ് കൊണ്ട് പയ്യെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, ഇതാണ് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്ത് വന്നിട്ട് ഹോൾഡ് ചെയ്യാൻ പാടില്ല ഇടയ്ക്ക്. ആ, ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത്, സ്ലോ ആയിട്ട് പൊക്കോണ്ടിരിക്കണം. ഓക്കെ, റെഡി? ബ്രീത്ത് ഇൻ 1 2 3 4 5. ബ്രീത്ത് ഔട്ട് 1 2 3 4 5 6 7 8 9 10. Breathe in 1 2 3 4 5. Breathe out 1 2 3 4. ഇത് റീഹാബ് സ്റ്റേജ് അല്ലേ? നമ്മൾ റീഹാബ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെങ്തനിങ്ങിലേക്ക്. ഓക്കെ, റീഹാബ് സ്റ്റേജ് കഴിഞ്ഞ് സ്ട്രെങ്തനിങ് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാർഡിയോയിലെത്തി കാർഡിയോ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റിലേക്ക് എടുക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, കാർഡിയോയും വെയിറ്റ്. കാർഡിയോ ഇപ്പൊ റീഹാബ് ദിവ് പറയും ആയോന്ന്, ശരിയായി കഴിഞ്ഞാൽ നമ്മള് കാർഡിയോ പിന്നെ വെയിറ്റ്. ഓക്കെ, ചെയ്യാം. ലെഗ് ക്ലോസ്, ബോത്ത് ലെഗ്സ് അല്ലേ? കീഗൽ എക്സസൈസ് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത പെൽവിക് ടിൽറ്റ് പറഞ്ഞില്ലേ, അത് ഉൾപ്പെടും. അതെ, നമ്മൾ നേരത്തെ നിന്ന് കാണിച്ചു തന്ന കാര്യം അത് ഈ എക്സസൈസിന് വേണ്ടിയിട്ടാ. പോസ്റ്റീരിയർ ടിൽറ്റ്. ഓക്കെ, പോസ്റ്റീരിയർ ടിൽറ്റ് എന്ന് പറയുമ്പോൾ വയറ് സ്കൂപ്പ് ചെയ്യാ, അകത്തേക്ക് വലിച്ചു പിടിച്ച് ഗ്ലൂട്ട് ടൈറ്റ് ആക്കിയിട്ട് അകത്തേക്ക് വരിക. ഓക്കെ, പിന്നെ നമ്മുടെ പിഞ്ചർ മസിൽസ്, നമ്മൾ എന്താ ജീൻസ് അടിക്കാൻ നോക്കുമ്പോൾ പിഞ്ചർ മസിൽസ് കൂടി ടൈറ്റ് ആക്കി പിടിക്കുക. പിന്നെ ബ്രീതിങ് വന്നിട്ട് ഹോൾഡിംഗ് ഇല്ല, ഇന്റർകോസ്റ്റൽ ബ്രീതിങ്. നമ്മൾ മൂക്കിനൊരു ശ്വാസം എടുത്തിട്ട് ചെസ്റ്റ് വരെ പോകത്തുള്ളൂ, വയറിലേക്ക് ആ വേവ് പോകത്തില്ല. ശ്വാസം കിടത്തി വിടാൻ പാടില്ല. മാക്സിമം എല്ലാവർക്കും പോവും. ട്രൈ ചെയ്യണം. ഫസ്റ്റ് ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് തന്നെ വരും. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പം ശ്വാസം വയറുള്ളിലേക്ക് വലിച്ച് സ്കൂപ്പ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂട്ട് ടൈറ്റ് ആക്കുക. ഗ്ലൂട്ട് ടൈറ്റ് ആക്കുക എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പെൽവിക്കിന്റെ അവിടെ നമുക്ക് ആ മസിൽസ് ടൈറ്റ് ആവാൻ വേണ്ടിട്ട്. കാരണം നമ്മള് എന്താ പറയാ, ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെയൊക്കെ നമുക്ക് പെൽവിക്, എനിക്കുണ്ടായിരുന്ന പെൽവിക് പെയിൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഭാഗത്തൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഗ്ലൂട്ട് ടൈറ്റ് ആക്കുക, സ്കൂപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ പെൽവിക്കിന്റെ ഏരിയ ഒന്ന്, അതിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യില്ല, നമ്മൾ യൂറിൻ പെട്ടെന്ന് പിടിച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ ആയിരിക്കും അവിടെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ മസിൽസ് ഒന്ന് ടൈറ്റ് ആവണേ. ഓക്കെ, ശ്വാസം വയറിലെത്താണ്ട് ശ്രമിക്കുക. എനിക്ക് പോവും, ചെസ്റ്റ് വരേക്ക് പോകണം, അവിടെ നിന്ന് ഔട്ട് ചെയ്യാം. ജസ്റ്റ് നോ ഹോൾഡിംഗ്, ഇവിടെ വരെ ബ്രീത്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാനും പാടില്ല. നമ്മൾ സാധാരണ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുക, പക്ഷെ ഇവിടെ വരെ വരാൻ പാടുള്ളൂ. ഈ ഗ്ലൂട്ട് ടൈറ്റ് ആകുമ്പോൾ നമ്മുടെ സ്പൈൻ കറക്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഫുള്ളും ടച്ച് ചെയ്യും, ഈ ഏരിയ ഇങ്ങനെ ടച്ച് ചെയ്യും. ഓക്കെ, റെഡി? സ്കൂപ്പ് ആൻഡ് ഹോൾഡ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. റിലാക്സ്. പയ്യെ കൂട്ടി ബ്രീത്തിങ് ഇത് ആക്ടിവിറ്റി കൂട്ടി വരിക. ഓക്കെ, അത് അടുത്ത ചെയ്യുന്നത് നമ്മൾ ലെഗ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയാ. ലെഗ് സ്ലൈഡ് ചെയ്യണം. അത് നമ്മുടെ കാല് നമ്മൾ വലിച്ച് നമ്മുടെ ബട്ടക്സിന്റെ അവിടേക്ക്, അതായത് ഇങ്ങനെ എത്തി ബട്ടക്സിന്റെ അവിടേക്ക് വരണം. അത് നമുക്ക് കാല് എളുപ്പത്തിനാണ് ഞാനൊരു ഫ്ലോർ മാറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതും എത്ര സെറ്റ്? 2 സെറ്റ്. എത്ര ടൈംസ്? 10 ടൈംസ് 2 സെറ്റ്. ഇതെല്ലാം നമ്മളിപ്പോ ചെയ്യുന്നത് കൂറ് ടൈറ്റ് ആവാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ, ചെയ്യാം. ബ്രീത്ത് എങ്ങനെയായിരുന്നു? ബ്രീത്ത് ഔട്ട്, ഇങ്ങോട്ട് വരുമ്പോ ബ്രീത്ത് ഔട്ട്, അങ്ങോട്ട് പോകുമ്പോ. ഓക്കെ, അതായത് സ്പീഡിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കാല് ഇൻ ചെയ്യാ, അപ്പൊ നമ്മൾ ബ്രീത്ത് ഔട്ട് ആക്കണം അല്ലെ? കാല് താഴേക്ക് പോകുന്നത് വളരെ സ്ലോയിലായിരിക്കണം. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വളരെ സ്ലോയില് കാല്, അതെ, കൺട്രോൾഡ് ആയിട്ട് വേണം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. താഴേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഇൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 2 breathe out, breathe in down.
3. Breathe out. Breathe in down. 4. നെഞ്ചിനകത്തേക്ക് കൊണ്ടുവരും. ഫോൾഡ് ചെയ്ത് നമുക്ക് കൈ യൂസ് ചെയ്യാം. മടക്കി നമ്മൾ നെഞ്ചിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് ബ്രീത്ത് ഔട്ടാണ്. കാല് ഇങ്ങോട്ടേക്ക് വരുമ്പം ബ്രീത്ത് ഔട്ടാണ്. കാല് താഴേക്ക് നമ്മൾ വെക്കുമ്പം നമ്മൾ വളരെ സ്ലോല് വേണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലോ ആയിട്ട് താഴേക്ക് വെക്കുക. ആ സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇതല്ലേ ഉള്ളൂ, പറയാൻ എളുപ്പമാണ്. ഓക്കെ, റെഡി. Breathe out up. Okay, breathe in down. One. Down. 2. 2. ഇനി എണീച്ചിട്ട് സ്കോട്ട്. കഴിഞ്ഞു. കിടന്നിട്ടുള്ള എക്സസൈസുകൾ തീരുന്നു. ഇന്നുകൊണ്ട് എണീറ്റ് ഇരുന്നിട്ട്. ഓക്കെ, സപ്പോർട്ടിങ് സ്കോട്ട്. അതെ, സ്കോട്ട്. അത് ഇപ്പം സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് പെട്ടെന്ന് ഒരാൾക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് സ്കോട്ട് ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇരുന്നിട്ട് എന്താ പറയുക, നമുക്ക് ബാലൻസ് തെറ്റി പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബെഞ്ചോ സോഫയോ എവിടെയെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ചെയറിലോ ഇരുന്നിട്ട് സ്കോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ ഇരുന്നിട്ടാണ് ഞാൻ സ്കോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനും ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ദിബു എനിക്കിപ്പോൾ പറഞ്ഞതാണ്, നമുക്കിതുപോലെ ഒരു ജനലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചെയർ കൊണ്ട് വെക്കാം. ഇതൊക്കെ ഞാൻ പറയുന്നത് പറ്റാത്ത ആൾക്കാർക്ക് കേട്ടോ. അപ്പം ഇതൊക്കെ ഈസി ആയിട്ട് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അതും ഫസ്റ്റ് എനിക്കിപ്പോൾ ഒരു 2 മാസം ആയിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 2 മാസം ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ സൈഡിലേക്ക് ഇത്ര ഈ ഹൈറ്റിലാണോ പിടിക്കുന്നത്? ലെഗ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ലെഗ് ഷോൾഡർ ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നേരെ. ഓക്കെ, ഷോൾഡർ ലെവലിൽ ലെഗ് ഓപ്പൺ ചെയ്യുക. കൈ കുറച്ചുകൂടി ഡൗൺ ചെയ്ത് പിടിച്ചോ. ഡൗൺ ആണോ? ഓക്കെ. ഓക്കെ, അപ്പം കൈ കുറച്ചും കൂടി സ്ട്രെയിറ്റ് അല്ല, നമ്മുടെ ഷോൾഡറിന്റെ ഒരു സ്റ്റെപ്പ് ഡൗൺ പിടിക്കാം. എന്നിട്ട് നമ്മള് കാല് വൈഡ് ചെയ്ത് വെക്കണം അല്ലേ? ഓപ്പൺ ചെയ്ത് വെക്കുക. ഷോൾഡർ ലെവലിൽ ഓപ്പൺ ചെയ്യുക. ഷോൾഡർ ലെവലിൽ ആംഗിൾ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ബ്രീത്ത് ഇൻ ഡൗൺ അല്ലേ? താഴോട്ടേക്ക് ബ്രീത്ത് ഇൻ. യെസ്. ബ്രീത്ത് ഔട്ട് അപ്പ്. മേലോട്ട് വരുമ്പോൾ ഗ്ലൂട്ടായിട്ട് ടിൽറ്റ് ചെയ്യുക. പോസ്റ്റീരിയർ ടിൽറ്റ് അകത്തേക്ക്. മേളിലേക്ക് വരുമ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്തിട്ട് ഗ്ലൂട്ടായിട്ട് ആക്കിയിട്ട് പെൽവിക് അകത്ത് പോസ്റ്റീരിയർ ടിൽറ്റ് അകത്തേക്ക്. ഓക്കെ, സ്റ്റാർട്ട്. Breathe in down. Yes. Breathe out up and tilt. ഇതിപ്പോ നേരത്തെ ചെയ്തിട്ടുള്ളത് എന്താ പറയാ, നമുക്ക് ബാലൻസ്, അത് കൈക്കും ബാലൻസിന് വേണ്ടിയിട്ടായിരുന്നു. വിത്ത് സപ്പോർട്ടാണ് ചെയ്തത് നമ്മൾ. അതെ, നമ്മൾ സപ്പോർട്ടോട് കൂടിയിട്ട്. ഇതും ആക്ച്വലി സപ്പോർട്ടോട് കൂടിയിട്ടാ. അല്ലാതെ നമ്മൾ സ്കോട്ട് ചെയ്യുന്നത് അറിയാമല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ തുടക്കത്തില്, എന്നിട്ട് പയ്യെ നമുക്ക് മാറാമെന്ന് പറഞ്ഞു. അഗെയിൻ ഷോൾഡർ ലെവലിൽ ആംഗിൾ ഓപ്പൺ. നമ്മുടെ ബാലൻസ് നമ്മളിൽ തന്നെ വെച്ചിട്ട് breathe in down. breathe out up. pelvic tilt അകത്തേക്ക്. yes, tight ആക്കുക. good. breathe in. breathe out up. ബാക്കിലോട്ട് ഇരിക്കാൻ നോക്ക്. yes, ഇരുന്നോ. yes, അതന്നെ. breathe in up. breathe out up. 10. Relax. നെക്സ്റ്റ് എക്സസൈസ് വന്നിട്ട് ലെഗ് എക്സ്റ്റൻഷൻ. ഇരുന്നോണ്ട് ലെഗ് നേരെ സ്ട്രേറ്റ് ആക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, സിംഗിൾ ലെഗ്. കൈ സൈഡിൽ സെയിം. ഹീൽ വേണ്ട നേരെ നീ ലെവലിൽ സ്ട്രേറ്റ് ആക്കുക. ചാരി ഇരുന്നോ. യെസ്. ഇനി
Right say single leg up, എങ്ങനെ അപ്പ് ചെയ്യണം? straight. Yes. Oh. Down. ആൾട്ടർനേറ്റീവ് വേണ്ട, സിംഗിൾ ലെഗ് ചെയ്യാം. നമ്മുടെ കോഡ്സ് വന്ന് ഫുൾ ടൈറ്റ് ആക്കണം. ഏട്ട് വരുമ്പോൾ ഈ നമ്മുടെ ആംഗിൾ ഇല്ലേ, ഡോർസിഫ്ലെക്ഷൻ അകത്തേക്കായി. റെഡി. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആണല്ലേ? ബ്രീത്ത് ഔട്ട് അപ്പ്, ബ്രീത്ത് ഇൻ ഡൗൺ. ബ്രീത്ത് ഔട്ട്. ഓക്കെ. റെഡി? 3, breathe out, breathe in down. Yes. 4, breathe out, breathe in down. 5, breathe out, hold it, down. 6, down. കോഴ്സ് ഫീൽ ചെയ്യണേ. 10, അകത്തേക്ക് ടൈറ്റ് ആക്കി. അങ്ങനെ ടൈറ്റ് ആക്കുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത്. അതാണ്. അയ്യോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടില്ല. നമുക്ക് ആക്ച്വലി ഇത് ഇവിടെ ടൈറ്റ് ആവും, ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ പൊക്കിയിട്ട് നമ്മുടെ ഇങ്ങനെ വരണം, ബാക്കിലേക്ക് ആവണം. അപ്പോഴേ അവിടുത്തെ മസിൽസ് വലിയുന്നുള്ളൂ. ഓക്കെ, ലെഗ് ചേഞ്ച് ആയോ? റെഡി? ബ്രീത്ത് ഔട്ട് അപ്പ്. യെസ്, ടൈറ്റ് ആക്കുക തന്നെ. ഡൗൺ സ്ലോ. 2, breathe out up, breathe in down. ഈ എക്സസൈസ് കണ്ടിന്യൂ 7 days ചെയ്യുക. ഈ സെയിം എക്സസൈസ്. ഈ സെയിം എക്സസൈസ് 7 days കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ മാറും അല്ലേ? നമ്മൾ മാറുന്ന വെച്ചാൽ നമ്മൾ എക്സസൈസ് മാറ്റും. ഓക്കെ, റെഡി? നാളെ കാണാം. അപ്പം ബൈ.